ഇന്ന് നമുക്ക് ശകുന്തളയുടെ കഥ കേൾക്കാം. ശകുന്തളയുടെ ജനനത്തെപ്പറ്റി തന്നെ മുത്തശ്ശി ആദ്യം പറയാം. വിശ്വാമിത്രൻ എന്ന മഹർഷി കാട്ടിലിങ്ങനെ കഠിനമായിട്ടുള്ള തപസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും തപസ് ചെയ്യാൻ തുടങ്ങിയാൽ ഉടനെ പേടി വരുന്ന ആളാണ് ഇന്ദ്രൻ. ആര് തപസ് ചെയ്താലും ഇന്ദ്രന് പേടിയാണ്. എന്താ വെച്ചാൽ ഈ തപശക്തി കൂടിക്കൂടി അവർ വന്നിട്ട് ഇനി എന്നെ എങ്ങാനും എൻ്റെ സ്ഥാനം തട്ടിയെടുക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഓരോ ടെൻഷനാണ് ഇന്ദ്രന്. അപ്പോൾ ആര് തപസ് ചെയ്താലും മുടക്കാൻ ആരെങ്കിലും പറഞ്ഞേക്കും. അങ്ങനെ വിശ്വാമിത്രൻ്റെ തപസ് കണ്ടപ്പോഴും അതൊന്നും മുടക്കാം എന്ന് പറഞ്ഞിട്ട് മേനക എന്ന് പറഞ്ഞിട്ടൊരു അപ്സരസിനെ കാട്ടിലേക്ക് അയക്കുകയാണ്. അപ്പോൾ മേനക ഇവിടെ വന്ന് കാട്ടിലെത്തി. അതിസുന്ദരിയാണ് മേനക കാണാനായിട്ട്. അപ്പോൾ പല വിധത്തിലും വിശ്വാമിത്രനെ ഇങ്ങനെ മയക്കാൻ നോക്കി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വിശ്വാമിത്രനെ മേനകയുടെ ഈ നൃത്തവും പാട്ടും ഇതൊക്കെ കണ്ടും കേട്ടും സൗന്ദര്യം കണ്ടുമൊക്കെ അങ്ങോട്ട് മയങ്ങിപ്പോയി. അവർ തമ്മിൽ സംഗമം നടക്കുകയാണ്. അങ്ങനെ വിശ്വാമിത്രൻ എന്നിട്ട് എന്താ പറയുക, ഒരക്ഷരം പോലും പറയാതെ അവിടുന്ന് പോവുകയാണ്. പക്ഷേ മേനക അപ്പോൾ തന്നെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. ആ കുട്ടിയെ മാലിന്യ നദിയുടെ തീരത്തിൽ ഉപേക്ഷിച്ചിട്ട് മേനക സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവും. പാവം ഈ പെൺകുഞ്ഞ് മാലിന്യ തടത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, ആരുമില്ല തുണയ്ക്ക്. പക്ഷേ ശകുന്ത പക്ഷികൾ എന്ന് പറഞ്ഞിട്ട് ചില പക്ഷികൾ വന്നിട്ട് ഈ കുട്ടിയുടെ ചുറ്റും ഇങ്ങനെ ഇരുന്ന് അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കണ്ണു എന്നു പേരുള്ള ഒരു മഹർഷി അതുവഴി വരുന്നത്. കണ്ണു മഹർഷി വന്ന് നോക്കുമ്പോൾ ഈ ശകുന്ത പക്ഷികളെയും അവരുടെ നടുവിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെയും കാണുമ്പോൾ വളരെ ഓമനത്വമുള്ള കുഞ്ഞാണ്, അപ്സരസിൻ്റെ മോളല്ലേ. ഉടനെ ആ കുട്ടിയെ എടുത്തു കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി വളർത്തുകയാണ്. ഗൗതമിയാണ് വളർത്തമ്മ. അങ്ങനെ അവിടെ കുട്ടി വളർന്നു വരുന്നു. 2 തോഴിമാരും ഉണ്ട്, അനസൂയയും പ്രിയംവദയും. അങ്ങനെ കുമാരി വളർന്ന് ഏകദേശം കൗമാരപ്രായം എത്തിയപ്പോൾ ഒരിക്കൽ കണ്ണു മഹർഷി എന്തോ ഒരു യാഗാദി കർമ്മത്തിനായി ആശ്രമത്തിൽ നിന്ന് വെളിയിൽ പോയിരിക്കുന്ന സമയത്ത് ദുഷ്യന്ത മഹാരാജാവ് അവിടെ നായാട്ടിന് വന്നു. അവിചാരിതമായിട്ട് ശകുന്തളയെ കാണുന്നു. ശകുന്തളയുടെ സൗന്ദര്യം കണ്ട് അദ്ദേഹം ഭ്രമിച്ച് വശാവുന്നു. അപ്പോൾ തന്നെ ഗാന്ധർവ വിധിപ്രകാരം ശകുന്തളയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ രഹസ്യമാണ്, ആർക്കും അറിയില്ല. ഈ 2 തോഴിമാർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നായാട്ടൊക്കെ കഴിഞ്ഞ് മഹാരാജാവ് മടങ്ങി പോകുമ്പോൾ ശകുന്തള കണ്ണീരണിഞ്ഞ് നിന്നു. പക്ഷെ മഹാരാജാവ് പറഞ്ഞു, ഞാൻ കൊട്ടാരത്തിലെത്തിയ ഉടനെ ആളെ വിടും, അപ്പം അങ്ങോട്ട് വന്നാൽ മതി. എന്നിട്ട് ഓർമ്മയ്ക്കായിട്ട് ഈ മുദ്രമോതിരമുണ്ട്, അത് ഊരി ശകുന്തളയുടെ വിരലിൽ അണിയിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് രാജാവ് മടങ്ങിപ്പോകുന്നു. ശകുന്തള ഇവിടെ വന്ന് വിരഹദുഃഖമല്ലേ, സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുർവാസാവ് മഹർഷിയുടെ വരവ്. അതുവഴി ദുർവാസാവ് എന്ന് പറഞ്ഞാൽ ക്ഷിപ്രകോപിയാണ്, മുക്കത്ത് ശുണ്ഠിയാണ്. അദ്ദേഹം വരുമ്പോൾ ശകുന്തള കാണുന്നില്ല. എന്തോ ചോദിച്ചു, അതും കേട്ടിട്ടില്ല ശകുന്തള. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. നീ ആരെയാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആൾ നിന്നെ മറന്നു പോകട്ടെ എന്ന് ശപിക്കുന്നു. തോഴിമാർ ഇത് കേട്ടിട്ട് ഓടിച്ചെല്ലും മഹർഷിയുടെ പിന്നാലെ. അയ്യോ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് അവർ ശകുന്തളയ്ക്ക് വേണ്ടി കണ്ണീരൊലിപ്പിക്കുമ്പോൾ ദുർവാസാവിന് ദയവ് തോന്നിയിട്ട് പറയും, എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു കൊടുത്താൽ ഈ ആൾ ഈ കുട്ടിയെപ്പറ്റി ഓർക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കണ്ണു മഹർഷി വന്നു, വിവരങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോഴേക്കും ശകുന്തള ഗർഭിണിയായിരുന്നു. മഹാരാജാവ് ആളെ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗർഭിണിയായ ശകുന്തളയെ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കാൻ കണ്ണൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഗൗതമിയെയും ശാർങ്കരവൻ എന്ന മുനികുമാരനെയും കൂട്ടി ശകുന്തളയെ യാത്രയാക്കുകയാണ്. പോകാൻ നേരത്തെ തോഴിമാർ ശകുന്തളയോട് പ്രത്യേകം പറയും, കയ്യിലുള്ള മുദ്രമോതിരം സൂക്ഷിക്കണം, കളഞ്ഞു പോകാൻ ഇടവരുത്തരുത് കേട്ടോ എന്ന് പറയും. അതും ശകുന്തള കേൾക്കുന്നില്ല. എങ്കിലും ഇങ്ങനെ തോണിയിലിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ യാത്രക്കിടയിൽ ഈ മോതിരം ഊരി വെള്ളത്തിൽ പോവുകയാണ്. അത് ശകുന്തള അതും അറിഞ്ഞില്ല. അങ്ങനെ അവർ യാത്ര ചെയ്ത് ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലെത്തി. അവിടെ കയറി ചെന്നിട്ട് ഇങ്ങനെ ഗൗതമി പറയും, ഞങ്ങൾ കണ്ണു മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് വരികയാണ്. അങ്ങ് ഈ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ച ശകുന്തളയാണ് ഇതെന്നൊന്നും പറഞ്ഞിട്ട് രാജാവിന് ഓർമ്മ വരുന്നില്ല. എങ്കിൽ അടയാളം കാട്ടൂ എന്ന് രാജാവ് പറയുന്നുണ്ട്. അപ്പോൾ ശകുന്തള അടയാളം എൻ്റെ അടുത്ത് ഉണ്ടല്ലോ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ കയ്യിൽ മോതിരമില്ല. അതോടുകൂടി എന്താ പറയുക, ആകെ വിഷമിച്ച് വിവശയായി പോവാണ് ശകുന്തള ഉറക്കെ കരയാൻ തുടങ്ങും. ഗൗതമിയും ശാർങ്കരവനും ഒരു നിവൃത്തിയില്ല. അവർ ശകുന്തളയെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ മടങ്ങി ആശ്രമത്തിലേക്ക് പോവുകയാണ്. ശകുന്തളയുടെ നിലവിളി കേട്ടപ്പോൾ
അമ്മയായ മേനക ഇത് കേട്ടു, ഓടി വരും. അവിടെ നിന്ന് ഓടി വന്ന് പുത്രിയെ താങ്ങിയെടുത്ത് അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട്, ആകാശചാരിയാണല്ലോ, അപ്സരസല്ലേ, അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് കശ്യപൻ്റെ ആശ്രമത്തിലാക്കും. അങ്ങനെ ശകുന്തള കശ്യപൻ്റെ ആശ്രമത്തിൽ താമസിച്ച് ഗർഭം കാലം തികയുമ്പോൾ ഒരു പുത്രനെ പ്രസവിക്കുന്നു. ആ പുത്രനാണ് ഭരതൻ. അതിൻ്റെ ഇടയിൽ ഈ കളഞ്ഞു പോയ മോതിരം ഒരു മത്സ്യം വിഴുങ്ങിയിരുന്നു. ഒരു മുക്കുവൻ ഈ മത്സ്യത്തെ കിട്ടിയപ്പോൾ അതിനെ മുറിച്ചപ്പോൾ വയറ്റിൽ നിന്ന് ഈ മോതിരം കിട്ടി. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് മഹാരാജാവിൻ്റെ മോതിരമാണെന്ന്. ആ മോതിരവും കൊണ്ട് മുക്കുവൻ രാജാവിനെ കൊണ്ട് കാഴ്ച വയ്ക്കുകയാണ്. അപ്പോഴാണ് രാജാവിന് എല്ലാം ഓർമ്മ വരുന്നത്. അപ്പോൾ അതോടുകൂടി ദുർവാസാവിൻ്റെ ശാപം തീർന്നു. അങ്ങനെ വളരെ വ്യസനിക്കും. പക്ഷേ ശകുന്തളയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ വ്യസനം സഹിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം നായാട്ടിന് കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് അവിചാരിതമായിട്ട് സിംഹങ്ങളോടൊത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുമാരനെ ഭരതനെ കാണുകയും ഭരതൻ്റെ കൂടെ കശ്യപൻ്റെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ശകുന്തളയെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു പുനഃസമാഗമം ഉണ്ടാവുന്നു. സന്തോഷ പര്യവസായിയായ ഒരു കഥയാണ് ശകുന്തളയുടേത്. ഇന്നത്തെ കഥ നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം.